ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ആംഗ്ലെറ്റ് ആണ് കേട്ടോ. അതിന് ഫസ്റ്റ് ആംഗ്ലെറ്റ് ചെയിന് വേണം, ഫ്യൂസ്റ്റർ വയർ അല്ലെങ്കിൽ കോപ്പർ വയർ, പിന്നെ വേണ്ടത് കുറച്ച് ഗോൾഡൻ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഹുക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ആംഗ്ലെറ്റിൻ്റെ ചെയിന് നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം എൻ്റെ ഒരു മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഞാൻ 3 പീസാക്കി കട്ടാക്കുന്നുണ്ട്. 3 ഈക്വൽ പീസാക്കിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. 3 ഈക്വൽ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെയുള്ളതായിരുന്നു. ഞാനത് 3 പീസാക്കി കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഫ്യൂസ് സ്റ്റാർ ആണ്. ഈ ഒരു ഫ്യൂസ് സ്റ്റാറിൻ്റെ 2 ഭാഗവും ചെറിയൊരു ബഡ്സ് പോലെ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ആ 2 ഭാഗവും വേണ്ട. അല്ലെങ്കിൽ നമുക്ക് കോപ്പർ വയർ ആണെങ്കിൽ അത് കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. ആംഗ്ലെറ്റ് ചെയിൻ്റെ ഒരു എൻഡ് ചെറുതായിട്ടൊന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. പ്ലെയർ വെച്ച് ഒത്തിരി തിരിച്ചിട്ട് മുറിഞ്ഞു പോയരുത്, കുറച്ചൊന്ന് തിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലൊരു ഗോൾഡൻ ബീഡ് അല്ലെങ്കിൽ ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഗോൾഡൻ ബോൾസ് ഇട്ട്, ഇനി ഞാൻ ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ട്, ക്രിസ്റ്റൽ ബീഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഗോൾഡൻ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആംഗ്ലെറ്റിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് ഇതാ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അതായത് ഗോൾഡൻ ബോൾസിൻ്റെ അവിടേക്കല്ല വെച്ചത്, ആ ഒരു ചെയിനിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് തന്നെയാണ് കേട്ടോ. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 2-3 തവണ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടും. ഇതുപോലെ ഞാൻ മറ്റേ പീസും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ഫ്യൂസ് സ്റ്റാർ എടുക്കുക, ബഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിരിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഗോൾഡനും ക്രിസ്റ്റലും അതേപോലെ തന്നെ വീണ്ടും ഗോൾഡൻ, നിങ്ങൾ ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്യാം കേട്ടോ. ഇതുപോലെ നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ചെയിനുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഗോൾഡൻ ബീഡിൻ്റെ ആ സൈഡിലേക്ക് ആക്കിയിട്ടല്ല, നമ്മൾ ഈ ഒരു ചെയിനിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ ചുറ്റിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കൊരു ഹുക്കും കൂടെ ആഡ് ചെയ്താൽ നമ്മളുടെ ആംഗ്ലെറ്റ് റെഡിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റിയൊരു ടൈപ്പ് ആംഗ്ലെറ്റ് ആണ് കേട്ടോ. നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പൈസ ആവുന്നുണ്ട്. നമ്മൾ ഇത്ര പണിയുള്ളൂ ഇങ്ങനെ ജോയിൻ ചെയ്യിക്കാൻ. ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. ആ ഫ്യൂസ് സ്റ്റാറിൻ്റെ വയർ അല്ലെങ്കിൽ കോപ്പറിൻ്റെ വയർ അത്യാവശ്യം ഉറപ്പുള്ളതാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ.